അംബേദ്കർ പരാമർശം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി കോൺഗ്രസ്. മാണിക്യം ടാഗോർ എംപിയാണ് നോട്ടീസ് നൽകിയത്. അതേസമയം അമിത്ഷായുടെ പ്രസംഗം വളച്ചൊടിച്ചു എന്നാരോപിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകി. സ്പീക്കർക്ക് നിഷികാന്ത് ദുബെ എംപി കത്ത് നൽകി. അർജുൻ പീതാംബരൻ വിശദാംശങ്ങളുമായി ചേർന്നു. അർജുൻ പീതാംബരൻ, ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ്? ഇന്ന് ശീതകാല സമ്മേളനം അവസാനിക്കുകയാണല്ലോ. മോത്തി, വലിയൊരു പ്രതിഷേധത്തിനാണ് രാജ്യ തലസ്ഥാനം, പ്രത്യേകിച്ച് പാർലമെന്റ് മന്ദിര പ്രദേശം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇന്ന് രാവിലെ 10 മണിക്ക് ഒരു പ്രതിഷേധം ഇതിനോടകം തന്നെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഈ നിൽക്കുന്ന വിജയ് ചൗക്ക്, ഈ വിജയ് ചൗക്കിൽ നിന്നും ദേ കാണുന്ന പാർലമെന്റ്, അത് പഴയ പാർലമെന്റ് മന്ദിരമാണ്, അതിന് തൊട്ടടുത്ത് തന്നെയുള്ള പുതിയ പാർലമെന്റ് മന്ദിരം, ആ കവാടത്തിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസും ഇന്ത്യ സഖ്യ നേതാക്കളും തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഈ പാർലമെന്റ് മന്ദിര കവാടത്തിന് പുറത്തുള്ള ആ പ്രതിഷേധം സ്പീക്കർ വിലക്കി പിന്നാലെയാണ് പുറത്തു നിന്നും ഒരു മാർച്ചായിട്ട് പ്രതിഷേധം നടത്തി അകത്തേക്ക് പോകാൻ വേണ്ടി ഈ നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. മുൻപും സമാന രീതിയിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് വേദിയായിട്ടുള്ള മണ്ണാണ് ഈ വിജയ് ചൗക്കിൽ നിന്നും പാർലമെന്റിലേക്ക് പോകുന്ന ഈ വഴി എന്ന് പറയുന്നത്. സ്ഥിരമായി നിരോധനാജ്ഞ നിലനിൽക്കുന്നൊരു സ്ഥലമാണ്. മുൻപും ഈ പൗരത്വ നിയമ ഭേദഗതി ബില്ലും നാഷണൽ ഹെറാൾഡ് കേസുമായി രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ എല്ലാം ഇവിടെ ഒരു പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിച്ച മണ്ണാണ്. ഇവിടെ പ്രതിഷേധിച്ച് ആളുകളെ അകത്തേക്ക്, എം പിമാരെ അകത്തേക്ക് കടക്കാനായിട്ട് സാധാരണ സുരക്ഷാ സേന സമ്മതിക്കാറില്ല. അങ്ങനെയാണെങ്കിൽ വലിയ സംഘടനകളിലേക്കും സംഘർഷങ്ങളിലേക്കും എന്തായാലും ഇന്ന് 10 മണിക്ക് ശേഷം പോകും പാർലമെന്റ് മന്ദിര പ്രദേശമെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതുവഴിയായിരിക്കും എം പിമാർ നടന്നു വരിക നേരെ ആ കവാടത്തിലേക്ക്. അതുവഴി 11 മണിയോടെ പാർലമെന്റിനകത്തേക്ക് പ്രവേശിക്കാനായിരിക്കും ഈ എം പിമാർ ശ്രമിക്കുക. പക്ഷേ അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള സന്നാഹങ്ങൾ ഇവിടെ പോലീസ് ഒരുക്കി വരുന്ന കാഴ്ചകൾ കാണാൻ വേണ്ടി സാധിക്കും. സഭ പ്രക്ഷുബ്ധമാകും, എം പിമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടാകും, എങ്ങനെയും അത് തടയാനുള്ള ശ്രമങ്ങളും ഉണ്ടാകും. അത്തരത്തിലാണെങ്കിൽ പ്രക്ഷുബ്ധം തന്നെയായിരിക്കും അന്തരീക്ഷം എന്നാണ് അർജുൻ പീതാംബരൻ നൽകുന്ന വിവരങ്ങൾ.